എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ചെറിയൊരു എന്താ പറയണ്ടത്, ഡൗണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വൈകിട്ടത്തെ വീഡിയോയിൽ പറഞ്ഞത് മാർക്കറ്റ് ഒരു വലിയ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് നിന്നിരുന്നെങ്കിൽ ഈ ക്യാൻഡിൽ വന്ന പോലെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണ്, അതായത് പ്രീവിയസ് ഡേയുടെ ഹൈയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ബോക്സും, എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ആ ബോക്സ് ഞാൻ ഒന്നും കൂടെ വരക്കുകയാണ്. അപ്പോൾ നിലവിൽ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത മുകളിലോട്ടും ലോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് താഴത്തോട്ട് വന്ന് ഈ ബോക്സിൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കൂടെ സെലക്ട് ചെയ്യാം. അപ്പം നമ്മൾ 25,900 സിയും 26,200 പി ആണ് നിലവിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് രാവിലെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അത് സപ്പോർട്ട് എടുക്കാനായിട്ട് ചെറിയൊരു ഡൗൺ വന്നാലും 120 ഈ ഒരു SMA മാർക്കറ്റ് സപ്പോർട്ട് എടുക്കണേ. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നമ്മൾ 105.97 ഭാഗത്തേക്കാണ് പ്രതീക്ഷിക്കുന്നത്. നേരെ മറിച്ച് ഈ സപ്പോർട്ടിൽ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ചെയ്തു, വീണ്ടും താഴത്തോട്ട് വന്നു, ഒരു കൺസോൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ കോമൺലി ചാൻസ് കാണുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് റിവേഴ്സാണ്. പിന്നെ എക്സ്പയറി ആയതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതർവൈസ് മാർക്കറ്റ് സിയിൽ മുകളിലോട്ട്, അതായത് 130 മുകളിലോട്ട് എഗെയിൻ മൂവ് ചെയ്താൽ 142, 155, 172 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് സിയിൽ മൂവ് ചെയ്യണേ. അപ്സൈഡിലേക്ക് വന്നാൽ സ്റ്റിൽ RSI നിൽക്കുന്നത് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ചെറിയൊരു ഡൗണോ
വന്നതിന് ശേഷമായിരിക്കും പിന്നെ സിയിലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് 105, 97, 75 ഇതൊക്കെയാണ് 3 സപ്പോർട്ട് എന്തായാലും മാർക്കറ്റിലുള്ളൂ. ഓക്കെ, അപ്പോൾ പിയിലാണ് ഒരു മൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 180 താഴത്തോട്ട് പോയാൽ ഡൗൺ ആണ്. 189 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ ടാർഗറ്റ് നമ്മൾ മനസ്സിൽ കാണുന്നത് 245, 260, 277, 310 ലെവലിലേക്കാണ് പിയുടെ കാണുന്നത്. അത് 347 വരെ നിലവിൽ നിൽപ്പുണ്ട്. 347, 360 നിൽപ്പുണ്ട്. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പിന്നെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ കറക്റ്റ് ഒരു ഡയറക്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പിയിലും RSI ഡൗൺ സൈഡാണ് നിൽക്കുന്നത്, സിയിലും RSI ഡൗൺ സൈഡാണ് മാർക്കറ്റിൽ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എന്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ കണക്ക് വെച്ചിട്ട് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം 30 മിനിറ്റിലും മാർക്കറ്റ് അപ്പർ സൈഡാണ് നിൽക്കുന്നത്, 15 മിനിറ്റ്സിലും ഫ്യൂച്ചറിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത്, 5 മിനിറ്റിലും ചെറുതായിട്ട് അപ്പറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട എപ്പോഴും സിയിൽ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പിയിൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിയുടെ ടാർഗറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം 142, 155, 172. പിയുടെ ടാർഗറ്റുകൾ ഇവിടെ നിന്ന് റിവേഴ്സ് ആവുന്ന അനുസരിച്ചിട്ട് ആദ്യത്തെ ഒരു റിജക്ഷൻ വരുന്നൊരു ഏരിയ ഏകദേശം 232, 2 റിജക്ഷൻ ഉണ്ട്. അത് എവിടെയാണ് റിജക്ഷൻ എടുക്കണമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. സിയിൽ 189 താഴത്തോട്ട് വരാതിരുന്നാൽ 189 നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ 189.85 അവിടെ നിന്ന് റിവേഴ്സ് ആയാൽ പിയുടെ ടാർഗറ്റുകൾ 227, 232, 245, 260, 267, 277 ഒക്കെ ആയിരിക്കും പിയുടെ ടാർഗറ്റുകൾ. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാനുകൾ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം, ഇത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. $155 ഒരു സീനെ സംബന്ധിച്ച് ഒരു ട്രിഗർ പ്രൈസ്. 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഇനി ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ക്യാൻഡിൽ ഒന്ന് ഫോം ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ സിയിൽ തന്നെയാണ് മാർക്കറ്റ്. അടുത്ത ക്യാൻഡിലിൽ പിയിലേക്ക് ഡൈവർജൻസ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ഇന്നലെ നമ്മൾ രണ്ടാമത്തെ ക്യാൻഡിൽ മൂന്നാമത്തെ ക്യാൻഡിലാണ് ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും വരുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിയിലേക്ക് ഇപ്പം എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യണ്ട. RSI പിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് നമ്മൾ അടുത്ത 2 ക്യാൻഡിന് കഴിഞ്ഞിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. 130 താഴത്തോട്ട് ഫാൾ ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ പിയിലേക്ക് സി 130 താഴത്തോട്ട് ഫാൾ ആവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ, പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. കാരണം പിയുടെ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത ഒരു 3 ക്യാൻഡിൽ കഴിയുമ്പോൾ നമുക്കൊരു ഡയറക്ഷൻ പിയിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുവരെ നമ്മൾ ആ ഒരു 155 എന്നുള്ളൊരു ലെവൽ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുക.
160 എത്തിയിട്ടുണ്ട്. 160, 162, 172 അടുത്ത ട്രിഗർ പ്രൈസ്. സിയില് ലോവിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും കോസ്റ്റ് ടു കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുക. 168, 55, 10, 65, 68. അതിലൊരു വലിയ പ്രശ്നങ്ങളില്ല. കാരണം 26,190 ഫ്യൂച്ചർ ചാർട്ടിൽ ഹയർ ലെവൽ കീപ്പ് ചെയ്യാനായിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ ഒരു മടക്ക് വന്നിട്ടേ ഉള്ളൂ ഈ ഫ്യൂച്ചറിൽ. അപ്പം നമ്മൾ അത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് സി ലെവൽ തന്നെയാണ്. പിയിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം. ഒരു 2-3 ക്യാൻഡിൽ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അതാ. ആ 155 ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്ത് നിൽക്കുന്നത്. 155 നമ്മൾ 155 ബ്രേക്ക് ചെയ്യാനായിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഈ 172 എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ കീപ്പ് ചെയ്തുകൊണ്ടാണ് 172 നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിനിടയ്ക്ക് ഇപ്പോൾ പോയി ഹിറ്റ് ചെയ്തിരിക്കണം അതിന് മുമ്പത്തെ ഒരു ഹൈയിലാണ് 165, 66 ലെവലിലാണ് ഹിറ്റ് ചെയ്ത് നിന്നിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു പോയിന്റ്, ഒരു 10-12 പോയിന്റ് സ്കാൽപ്പ് ചെയ്ത് കിട്ടിയാൽ കിട്ടി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെ ഒരു 172 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്യാൻഡിലിൽ നമുക്ക് എന്തെങ്കിലും പിയിലേക്ക് വല്ലതും കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മൂന്നോ നാലോ ക്യാൻഡിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിയിലൊരു മൂവ്മെൻറ്റ് വരാനായിട്ട്. കാരണം ഈ 172ഉം അതേപോലെ തന്നെ 179 നിൽക്കുന്നത് കാരണം പിയിലേക്ക് നമുക്ക് താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കില്ല. പിയിലേക്ക് എപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യാം? ഒരു 189 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. നൂറ്റി 174, 177, 178, 26, 205 ലൈൻ എക്സ്പാൻഷനായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് രാവിലെ തന്നെ സിയിലേക്ക് ന്യൂട്രലായിട്ട് ഓപ്പണായിട്ട് നമുക്ക് മാർക്കറ്റ് കോൺസെൻട്രേഷൻ ചെയ്യാം. അതിന് 3 റീസൺസ് ആണ് ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നത്. ഒന്ന്, ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. ന്യൂട്രൽ ഓപ്പൺ ആയതിൻ്റെ റീസൺ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കാരണമാണ്. അത് ഇന്നലെ ആ വീഡിയോയിൽ ഞാൻ എടുത്തു പറയുന്നുണ്ട്. മാർക്കറ്റ് സമയം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് പോയേനെ. അത് രാവിലെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ, പ്രീവിയസ് ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ കണ്ടിന്യൂസ് മുകളിലോട്ട് തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാതിരുന്നത്. 155, 65, 75, 79, 24 പോയിൻ്റാണ് നമ്മൾ 155 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ തെളിയിച്ച് വെച്ചിട്ടുണ്ട്. അത് ട്രെയിൽ ചെയ്ത് അങ്ങ് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 21 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓൾമോസ്റ്റ് 179-ൽ 25-29 പോയിൻ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മതി. പരിപാടി തീർത്ത് 9:21 ആയപ്പോൾ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമ്മൾ 155 ബ്രേക്ക് ചെയ്യാനാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ 55 മുതൽ 80 വരെ കൂട്ടണ്ട. 79 വരെ കൂട്ടിയാലും 55, 65, 75, 79, 24 പോയിൻ്റ്. നമ്മളുടെ നോർമലി ഉള്ളൊരു സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ 21 പോയിൻ്റ് 29 പോയിൻ്റ് ലോക്ക് ചെയ്യാം. ഇനി മാർക്കറ്റ് 180 ബ്രേക്ക് ചെയ്താലാണ് അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അത് 21 പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ താഴത്തുനിന്ന് ഇപ്പോൾ ഒരു 10 ലോട്ടൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ 179-ൽ ഒരു 7 ലോട്ട് കൊടുക്കുക. ബാക്കി 3 ലോട്ട് ഒരു 5 പോയിൻ്റ്, ഒരു 150
ഒരു 165 ഇട്ടിട്ട് അങ്ങ് വെയിറ്റ് ചെയ്തേക്കുക. കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്നലെ 30 മിനിറ്റിൽ എന്ത് മൂവ്മെൻ്റ് ഉണ്ടായി ആ മൂവ്മെൻ്റ് തന്നെ ആയിരിക്കും ഇന്നും മാർക്കറ്റിൽ വരുന്നത്. ഞാനത് കാണിച്ചു തരാം, ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ കാണിച്ചു തരാം. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഈ ഒരു ക്യാൻഡിൽ വന്നു, ഒരു ഡോജി ക്യാൻഡിൽ വന്നു, അതിനുശേഷമുള്ള ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് ആ കാണുന്നത്. അപ്പം അത് 26,056 വരെയൊക്കെ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ സ്പേസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് വെച്ച് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നാലും അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും അത് പോകാനായിട്ട് ഏരിയ കിടപ്പുണ്ട്. നല്ല രീതിയിലുള്ള ലെങ്തി ക്യാൻഡിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. പിന്നെ സംബന്ധിച്ച് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 179 ഞാൻ മാക്സിമം കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 169 കിടക്കണം. അപ്പോൾ ഒരു 168 ഒക്കെ ഇട്ടിട്ട് അവിടെ ഇട്ടേക്കും. ഒന്നെങ്കിൽ 168 വന്നിട്ട് ഹിറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മേളിലോട്ട് 180 ബ്രേക്ക് ചെയ്ത് പോകും. അതല്ല പിന്നൊരു ഓപ്ഷൻ ഉള്ളത് 179 മൊത്തം കൊടുക്കുക, ബാക്കിയുള്ളത് 180 ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ മേളിലോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ പല രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതല്ല 21 പോയിന്റിൽ പരിപാടി തീർക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 10 ലോട്ടിലാണെങ്കിൽ 5000, 20 ലോട്ടിലാണെങ്കിൽ 10,000 രൂപയും കിട്ടി. നമുക്ക് എന്താ പറയണ്ടേ, റെസ്റ്റ് എടുത്ത് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഇഞ്ചി പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 181 ബ്രേക്ക് ചെയ്താൽ 190 ആണ് പിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉള്ളത്. ഇനി പിയിലേക്കുള്ളൊരു മൂവ്മെൻ്റാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. കാരണം SMA ടച്ച് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ 218 മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. അതൊരു ഏകദേശം പറഞ്ഞാൽ ഒരു 174 180 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥലത്ത് നമ്മൾ ബൈ ചെയ്താൽ 155 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വരും. ആ 10 പോയിൻ്റ് എവിടെ എടുക്കാൻ പറ്റും? 175 ബ്രേക്ക് ചെയ്താൽ 180 അത് റിസ്കി എൻട്രി. പിന്നെ രണ്ടാമത്തെ കേസ് ഒരു നോർമൽ മൂവ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 178 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളൊരു സേഫ് മൂവ്മെൻറ്റ് നമുക്കുള്ളൂ. 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ അനദർ മൂവ്മെൻ്റ് ഉള്ളൂ. എന്തുകൊണ്ടാണ് ഒരു ബ്രേക്ക് ഔട്ടും കൂടെ സിയിൽ വരാനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 26,202 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ മാർക്കറ്റ് മന്ത്ലി ക്യാൻഡിലൊക്കെ ഹൈ ഫ്രെയിമിലാണ് കിടക്കുന്നത്. 15 മിനിറ്റ്സിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ പോകാനുണ്ട്. അതിൻ്റെ ഇടക്ക് ഈ പറഞ്ഞ പോലെ ഒരു റിവേഴ്സ് പിയിൽ വന്നുകൂടായികയില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ ശരിക്കും ഒരു 177 ഒക്കെ ബ്രേക്ക് ചെയ്താലാണ് ഒരു സേഫ് എൻട്രി ഉള്ളൂ. പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം, 5 6 സ്റ്റോപ്പ് ലോസ് ഇടാം. അത് ഇപ്പുറത്ത് പിടിക്കാനുള്ള കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രം പിയിൽ എടുത്തിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ എടുത്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ, പി നമുക്ക് റിസ്ക് എൻട്രി എടുക്കാം, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ മൂവ്മെൻറ്റ് 180 to 176 to 80 ബ്രേക്ക് ചെയ്ത മുകളിലോട്ട് 10 പോയിൻ്റ് നമുക്ക് എടുത്തിട്ട് ആ ലോസ് റിക്കവർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ 26,205 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് സിയിൽ, ഫ്യൂച്ചർ ചാർട്ടിൽ. അപ്പോൾ അത് ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരത്തുള്ളൂ. അത് ലെങ്തി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കും. അത് അടുത്ത 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, അതായത് 9:45 ക്യാൻഡിലോട് കൂടിയിട്ടാണ് അങ്ങനെ വരുവാണെങ്കിലും വരത്തുള്ളൂ. ആ 9:45 മാർക്കറ്റ് പിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 9:45 വരെ പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളൊരു റിസ്ക് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എഗെയിൻ പിയിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിയിൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റണം. നമ്മൾ പറഞ്ഞു തീർന്നില്ല, ഒരു ബ്ലാസ്റ്റിംഗ് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെ എടുത്താലും
അപ്പുറത്ത് സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കണം. റിസ്ക് എൻട്രി ആണ്. സേഫ് എൻട്രി 178 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാസ്റ്റിംഗ് ഡൗൺ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 26,205 ടച്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ 176 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോയിട്ടുണ്ട്? ബ്ലാസ്റ്റിംഗ് 188 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹണ്ടിങ് ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ പിയിൽ എൻട്രി എടുത്താലും 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, അത് സിയിൽ ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ തിരിച്ചു പിടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് അതേപോലെ തന്നെ വന്നിട്ടുമുണ്ട്. പക്ഷെ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. അതാ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇപ്പുറത്ത് പിടിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ബ്ലാസ്റ്റിംഗ്, അതായത് 26,205 നമ്മൾ പറഞ്ഞു സിയിലൊരു ഭാഗം ടച്ച് ചെയ്യാനായിട്ടുണ്ട്. അത് കോമൺലി സിംഗിൾ ചാർട്ടിൽ എടുക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് അവിടെ വന്നു എന്നുള്ളതിന് ഉത്തരവില്ല. ഇപ്പോൾ 162 എൻട്രി എടുത്തു, അവിടെ എന്തുകൊണ്ടാണ് 150 ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നത്? അതിനുള്ള ഉത്തരം ഒരുവിധം ട്രേഡേഴ്സിനൊക്കെ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയില്ല. പക്ഷേ നമുക്കതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാം. എന്താണ് അതിൻ്റെ റീസൺ? ഫ്യൂച്ചർ ചാർട്ടിൽ 26,202 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സിയിലെടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും പിയിലെടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും സിയിൽ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ പോയിന്റ് പിടിക്കണം. ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം പി അതേപോലെ തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമുക്ക് പുത്തരിയല്ല. കാരണം 9:45 പിയിലൊരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുകയാണെങ്കിൽ സിയിലത് പിടിക്കണമെന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിവേ, അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ കേസ് പിയിൽ SMA മുകളിൽ നിൽക്കുകയാണ് 189. അപ്പോൾ 190 നമ്മൾ പിയിൽ 180 നമ്മൾ പറഞ്ഞു. എന്നാലും 179 സേഫ് എൻട്രി നമുക്ക് ഉണ്ടായിരുന്നു. 176 അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നോക്കി ഒരു നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പി ബൈ അബോവ് 180. ആ 180 എന്നുള്ളത് 2 മിനിറ്റിൻ്റെ 2 ക്യാൻഡിൽ കഴിഞ്ഞപ്പോൾ ആ ബൈ അബോവ് 180 എന്നുള്ളത് 177 ആയി. അപ്പോൾ ടാർഗറ്റ് നമ്മൾ 190 പറഞ്ഞത് 189.36 ആയി, അല്ലെങ്കിൽ 185 ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈവിൽ കിട്ടുന്ന അത്രയും അക്യുറസി നമ്മൾ വ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല. അത്രയും അക്യുറസി വ്യൂ പോസ്റ്റ് ചെയ്യുന്നതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വ്യൂ നോക്കുന്ന ആൾക്കാർ ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അവർ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമാണ് അക്യുറേറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഡിസിഷൻ അവിടെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എനിവേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നു. അതിനുശേഷം മാർക്കറ്റ് ആദ്യം ഒന്ന് മേളിൽ പോയി, വീണ്ടും താഴെ വന്നു, ഒരു പിൻബാർ ഫോം ചെയ്തു. 155 നിന്ന് മാർക്കറ്റ് വീണ്ടും റിവേഴ്സായി 180 പോയി. 55, 65, 65, 75, 80 25 പോയിൻ്റാണ് ഒറ്റ ക്യാൻഡിൽ അവിടെ കിട്ടിയത്. അത് 180 SMA ടച്ച് ചെയ്തു. ഇനി മാർക്കറ്റ് വരാനുള്ളത് 215 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരാനുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഹോൾഡ് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക. അതായത് ഈ 185 എൻട്രി ഓൾറെഡി നമുക്ക് സിയിൽ 10-25 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിയിൽ ഒരു എൻട്രി എടുത്തിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ഒന്ന് മേളിൽ പോയി, വീണ്ടും തിരിച്ച് താഴെ വന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞു 155 നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും SMA പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂവ്മെൻറ്റിലും കൂടെ ഏകദേശം ഒരു 10-35 പോയിന്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതിനുശേഷം 155 ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 പോയിൻറ്റോ 2 പോയിൻറ്റോ അവിടെ കയറ്റി വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങാം. 180 പി ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എടുക്കാം.
189 മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ താഴത്തെ എവിടെയെങ്കിലും ഇട്ട് ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് തിങ്, ഇനി സിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 187 ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അങ്ങനെ 180 ബ്രേക്ക് ചെയ്ത് 170 ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഒരു ഡയറക്ഷൻ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. കാരണം SMA ഒക്കെ മുട്ടിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഒരു കണ്ടിന്യൂവേഷൻ ജേണി സാധാരണ കിട്ടുന്ന പോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-60 പോയിന്റ് ഏതെങ്കിലും ഒരു സൈഡ് വൺ സൈഡ് മൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ടൈം ഫ്രെയിം ഒരു 5 മിനിറ്റിലേക്ക് മാറ്റാം. 2 മിനിറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. നമുക്ക് 5 മിനിറ്റിലേക്ക് മാറ്റിയാലാണ് ഒരു ലോങ് ഡ്രൈവിനുള്ള പരിപാടിയൊക്കെ നമുക്ക് ആസൂത്രണം ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പിയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഡൗണും കൂടെ 150 അല്ലെങ്കിൽ 138 ഭാഗത്തേക്ക് ചിലപ്പോൾ ഒരു ഡൗൺ മേ ബി വന്നേക്കും. അതല്ലാത്ത പക്ഷം 5 മിനിറ്റിൽ RSI മേളിലോട്ട് ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ അടുത്തൊരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. പിയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. എങ്ങോട്ടാ? താഴത്തോട്ട് ഒരു 138 വരെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ പ്രതീക്ഷിച്ചു. അപ്പോൾ 180 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 180 ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്താൽ ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കാനായിട്ട് എങ്ങോട്ട് പോകാം? CE 187 പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പിയിൽ 5 മിനിറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണേ. ഇനി 5 മിനിറ്റിൽ SMA ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിൽപ്പുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കാൻ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിലോ നെക്സ്റ്റ് ക്യാൻഡിലിലോ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SMA അല്ലെങ്കിൽ 227 ഒക്കെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 36, 10, 46, 10-18 പോയിന്റ് വരും സ്റ്റോപ്പ് ലോസ്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, അതായത് ഇന്നലെ നമ്മൾ ഇങ്ങനെയായിരുന്നു. ഈ ക്യാൻഡിൽ മുകളിലോട്ട് കയറുമ്പോൾ ഒരു ഡൗൺ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇന്നലെ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ ഇന്നും റെഡിലേക്ക് കയറിയപ്പോഴത്തേക്കും ഒരു ഡൗൺ ഉണ്ടായി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്, ഒരു 138. അതർവൈസ് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവും. അപ്പോൾ റിസ്ക് എടുക്കാൻ ഓക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാം. അതെടുത്തിട്ട് അങ്ങ് ഹോൾഡ് ചെയ്തിട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ 185 SMA അതൊന്നും ഒരു ടാർഗറ്റായിട്ട് വെക്കരുത്. വെക്കുവാണെങ്കിൽ ലോങ് വെക്കണം. അതിൽ ആദ്യത്തെ ടാർഗറ്റ് ഒരു 216 വെക്കാം. മാർക്കറ്റ് പിയിലാണ് കേട്ടോ, സിയിലാണ് ഹയർ ടൈം ഫ്രെയിമിൽ കിടക്കുന്നത്. പക്ഷെ 5 മിനിറ്റിൻ്റെ RSI ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഈ 138 ഒരു ലോ കിടപ്പുണ്ട്. ആ ലോ കിടക്കുന്നത് കാരണം ഒരു ഇത്തിരി റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം അതിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 216 ആ ഭാഗത്തൊക്കെ ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യണേ. പിന്നെ എൻ്റെ സെക്കൻഡ് ഒരു ടാർഗറ്റ് വരുന്നത് 259 ആയിരിക്കും. കാരണം ഹയർ ടൈം ഫ്രെയിം സിയിലാണ് കിടക്കണേ. കാരണം 26,220 ഫ്യൂച്ചറിൽ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. മനസ്സിലായോ? ഫ്യൂച്ചറിൽ 26,220 അതിന് മുകളിലോട്ട് പോകാനായിട്ട് സ്പേസ് കിടപ്പുണ്ട്. മന്ത്ലിയിൽ മുകളിലോട്ടാണ് കിടക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് എപ്പോഴും പിയിലിടണം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മളിവിടെ RSI 5 മിനിറ്റിൻ്റെ ഒരു കർവ് വന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് പോകാനുള്ള ഏരിയ 162 ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പേസ് ഉള്ളത് 180. 180 കഴിഞ്ഞാൽ പിന്നെ യെല്ലോ ലൈൻ, അത് കഴിഞ്ഞാൽ പിന്നെ 216 കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ 231.
പിന്നെ 259. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റിലും SMA ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഈ RSI 5 മിനിറ്റിൻ്റെ മേളിൽ പോയിട്ട് കർവ് ആവുമ്പോഴത്തേക്കും ഈ സി ഇവിടെ തന്നെ നിന്ന് കളിക്കാം. അതിനുശേഷം സഡൻ ഡംപ് ഒന്നും കൂടെ താഴത്തോട്ട് പിയിൽ വരാം. മനസ്സിലായോ? ഈ RSI ഇവിടെ തന്നെ ഇങ്ങനെ കർവായി വരുമ്പോൾ ഒരു 3-4 ക്യാൻഡിൽ ഇവിടെ തന്നെ സ്റ്റേബിളായിട്ട് 5 മിനിറ്റ് നിന്നാൽ മാർക്കറ്റ് സിയിലേക്ക് പിന്നെയും ബ്രേക്കൗട്ട് ആവും. അത് ഓരോ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു 80 ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ഒരു 80-90 പോയിന്റ് പിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് 137 വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ പി ഒരു എന്താ പറയണ്ട, ഒരു ഹൈവേയിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതായത് സ്മൂത്തായിട്ട് 188 വരെയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിയിൽ മൂവ്മെൻറ്റ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സി ബൈ എബോവ് 180 ക്യാൻഡിൽസ് ക്ലോസ്. അതായത് 180യുടെ പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ആവണം. നെക്സ്റ്റ് ക്യാൻഡിൽ ആ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു 5-8 പോയിന്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിന്റോ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 പോയിന്റ് സ്കാൽപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 150 ബ്രേക്ക് ചെയ്ത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ വന്നു കഴിഞ്ഞാൽ അത് അപ്രോക്സിമേറ്റ് വരാനുള്ളൊരു ഏരിയ 138 ആണ്. ചിലപ്പോൾ 138ലേക്ക് വന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു മുകളിലോട്ട് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോവാം. അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പിയിൽ എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനും. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഇവിടെ ഒരു 3-5-6 ക്യാൻഡിൽ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ RSI മുകളിൽ പോയിട്ട് തിരിയും. അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് സിയിലേക്കായിരിക്കും മൂവ് ചെയ്യണത്. കാരണം ഹയർ ടൈം ഫ്രെയിം ഇപ്പോൾ 50 മിനിറ്റ്സിൽ ഫ്യൂച്ചറിൽ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. ആ ക്രോസ് ഓവർ ഡൗണിലേക്ക് ആയിട്ടില്ല. അപ്പോൾ സ്റ്റിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. 30 മിനിറ്റിലും RSI 26-220 ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ വിഷൻ എപ്പോഴും സിയിലേക്ക് തന്നെയാണ്. പക്ഷെ പിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 5 മിനിറ്റിൻ്റെ RSI പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് സിയിൽ മൂവ്മെൻറ്റ് കിട്ടാത്തത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ പിയിൽ ഈ RSI 5 മിനിറ്റിൻ്റെ ഒരു ക്രോസ് ഓവർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ധൈര്യസമേതം സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പുറത്തുനിന്നുള്ള ഉത്തരം കിട്ടണം. 180 ബ്രേക്ക് ചെയ്യാനായിട്ട് 1, 2, 3, 4 ക്യാൻഡിൽ 2 മിനിറ്റിൻ്റെ 4 ക്യാൻഡിൽ 180 ബ്രേക്ക് ചെയ്ത്. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് 180 ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു എൻട്രി എടുക്കാം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞത് 180 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 180 കഴിഞ്ഞിട്ട് 82, ഒരു 85 ഒക്കെ ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ ഓടുന്ന വണ്ടിയിൽ ചാടി കയറിയിട്ട് കാര്യമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലിമിറ്റ് ഓർഡർ ആരെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ 4 ക്യാൻഡിൽ 180യുടെ പൊക്കത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് 150 ബ്രേക്ക് ചെയ്ത് പോരുന്നതിനോടൊപ്പം സി ഇപ്പം 185 വരെ പോയി പോണു. പറഞ്ഞു തീർന്നില്ല. 182, 185 ആണെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല. നമ്മളെന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് വളരെ ക്വിക്കായിട്ടാണ് 182, 185 ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു തീർന്നില്ല. അതേപോലെ തന്നെ പിയിൽ 150 കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഇപ്പുറത്തൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ 26,220 മാർക്കറ്റ് ടച്ച് ചെയ്തു. നല്ല എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്.
10 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. ആ സിയിൽ 26,220 നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പിയിലാണെങ്കിലും റിസ്കി എൻട്രി ആണ്. ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 138 വരെയാണ് നമ്മൾ ഡൗൺ പ്രതീക്ഷിച്ചത്. 138 അതിൻ്റെ നിയറായിട്ടുള്ള ഏരിയയിൽ. അപ്പോൾ അങ്ങോട്ടൊരു റെഡ് ലൈൻ വരാം. ആ റെഡ് ലൈൻ അതേപോലെ തന്നെ തിരിച്ചു പോകാം. അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഇറങ്ങിയ പോലെ തന്നെ തിരിച്ചു മുകളിലോട്ട് കയറാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻഡിൽ 145 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിയിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 145 ബ്രേക്ക് ചെയ്ത് മുകളിൽ നിൽക്കണം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. 26,220 അവിടെ നിന്നതുകൊണ്ടാണ് നമ്മൾ സിയിലേക്ക് ഒരു ചെറിയ മൂവ്മെൻറ്റും കൂടെ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്ത് പ്രതീക്ഷിച്ചത്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹോൾഡ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് നോൺ ഡയറക്ഷണൽ ട്രേഡിങ്ങിൽ ഞാനിവിടെ ഒരു എൻട്രി പാസ്സാക്കി ഇട്ടിട്ടുണ്ട്. പിയിൽ ഒരു എൻട്രി പി 135 ഞാനൊരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. കാരണം പിയിൽ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 135 നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത SMA വരെയുള്ള ചെറിയൊരു പോയിന്റ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് 3 ലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആവറേജ് ചെയ്യും. ആവറേജ് ചെയ്യാനായിട്ട് ഹ്യൂജ് ഫണ്ട് വേണ്ടതായിട്ടുണ്ട്. ഞാൻ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എവിടെ എടുക്കുന്നോ അല്ലെങ്കിൽ അടുത്ത RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ അതുവരെയും വെയിറ്റ് ചെയ്തിട്ട് 6 ലോട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും. കാരണം ഞാൻ ആവറേജ് ചെയ്യുന്നത് നോൺ ഡയറക്ഷണൽ ട്രേഡിങ്ങിലാണ്. അതായത് മാർക്കറ്റ് താഴത്തോട്ട് പോണതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനവിടെ ആവറേജ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലൈവിലുള്ളവർ ചാടിക്കേറി അതൊരു മൂവ്മെൻ്റ് ആണെന്നും പറഞ്ഞ് എടുത്തിട്ടും താഴത്തോട്ട് 6 ലോട്ടിട്ട് ആവറേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്തിട്ടേ കാര്യമുള്ളൂ. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ കാര്യവും നടക്കണമല്ലോ. അതായത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 164 SMA വരെ കിട്ടണം. അതായത് 45, 55, 64 മിനിമം 21 പോയിന്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് ഞാൻ ആവറേജ് ചെയ്യും. കാരണം 15 മിനിറ്റ്സിൽ RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 26,157 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിലവിൽ നിൽപ്പുണ്ട്. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേളിലോട്ട് ഒരു ലോട്ടറി കോൾ പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്ത് ആ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്നൊരു എൻട്രി എടുത്ത. അവിടെ നിന്നുള്ള എൻട്രിയിൽ ഇപ്പോൾ 146 മുട്ടിയാലും 500 രൂപയാണ്. അതവിടെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആവറേജ് ചെയ്തെടുത്ത സാധനം 1200 വരെ ഓൾമോസ്റ്റ് ലോസിൽ പോയതാണ്. നമ്മൾ അത് പിടിച്ചു വെച്ചിരുന്നു. കാരണം ആവറേജിങ് ആണ്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഇല്ല. അപ്പോൾ നമുക്ക് പേടിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് താഴത്തോട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. കാരണം താഴത്തോട്ട് പോയാൽ 6 ലോട്ടിട്ട് ഒന്നും കൂടെ ആവറേജ് ചെയ്യാം. അപ്പം 3 ലോട്ടിൽ 500 കിട്ടുന്നതിന് പകരം ഒരു 10 പോയിന്റ് കയറുമ്പോൾ തന്നെ നമുക്കൊരു 1000-1500 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് കിട്ടും. 21 പോയിന്റ് കയറി കഴിഞ്ഞാൽ 5000 കിട്ടും. പിന്നെയും താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ആവറേജിങ് 12 ലോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 21 ലോട്ടാകും. 21 ലോട്ടാകുമ്പോൾ എൻട്രി പ്രൈസിൻ്റെ മുകളിൽ 10 പോയിന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ കിട്ടും. അപ്പോൾ അത് 10,000 രൂപ വരെയാണ് മാക്സിമം. 10,000 രൂപയ്ക്ക് താഴത്തോട്ട് വിടാനായിട്ട് സമ്മതിക്കരുത്. അയ്യോ എൻ്റെ 10,000 പോയി, തിരിച്ച് കയറുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷ വെച്ച് അതിന് ഹോൾഡ് ചെയ്യുമ്പോഴാണ് 10,000, 15,000, 20,000 ലോസിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ആ 10,000 കൊടുത്താൽ മതിയായിരുന്നു, എനിക്ക് ലോസ് വരില്ലായിരുന്നു എന്നുള്ള ചിന്ത വരും. അങ്ങനെ ഇവിടെ ഒന്നുമില്ല. 10,000 രൂപ ഒരു ലോസ് ഞാൻ ചിലപ്പോൾ 10,000 രൂപ നമ്മൾ ലോസ് ബുക്ക് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റ് തിരിച്ച് ഒരു 100 പോയിന്റ് മുകളിലോട്ട് പോകണം. അയ്യോ ഞാനത് വിറ്റില്ലായിരുന്നെങ്കിൽ എനിക്ക് 1,00,000 രൂപ കിട്ടിയേനെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നിട്ട് കാര്യമില്ല. മാർക്കറ്റ് അങ്ങനെയാണ്. മാർക്കറ്റ് ഏതാണെങ്കിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ശൈലി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾ ട്രേഡിങ്ങിൽ സക്സസ് ആവത്തുള്ളൂ. 30 മിനിറ്റിൽ 26,235 ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. അതായത് 26,235 ലെവലിലേക്ക് ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സിയിൽ ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി, ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസസ് ഇങ്ങനെ നിൽക്കുകയാണ്.
ചില സമയങ്ങളിൽ അത് നമ്മളെ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം, അതായത് ഇപ്പം നിൽക്കുന്ന സീലെ ടോപ്പ് ബ്രേക്ക് ചെയ്താൽ മാത്രം മാക്സിമം പോകാൻ പോകുന്നൊരു ഏരിയ 26,254, 26,235, 26,254 ആ ലെവലിലാണ് കണ്ടീഷൻ നിൽക്കണേ. ഉച്ചയ്ക്ക് ശേഷം വല്ല ലോട്ടറി കോള് പിയിൽ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സിയിൽ നമുക്ക് ഇനി ഒരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ RSI തിരിച്ച് ക്രോസ് ഓവറായി റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. കാരണം 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവറായി ക്രോസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 30 മിനിറ്റിൽ എന്താ പറയണ്ടേ 26,235 ഉണ്ടെങ്കിലും അതൊരു ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ഈ ഈവനിങ് സ്റ്റാറാണ് 30 മിനിറ്റിൽ ഡെവലപ്പ് ആവുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ക്യാൻഡിൽ, അതിന് മുമ്പുള്ള ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ, അതിന് മുമ്പുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ 2 ക്യാൻഡിലിന് മുമ്പുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ അളവിൽ ഒരു 26,190 ബ്രേക്ക് ചെയ്ത് താഴെയാണ് പി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിയിൽ കുറച്ച് മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആവറേജിങ് ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. മാക്സിമം ലോസ് 10,000 കിട്ടിക്കഴിഞ്ഞാൽ 216 165 വരെയൊക്കെ കിട്ടണം. അതുവരെ അതവിടെ കിടക്കട്ടെ. ഇന്നിപ്പോൾ എന്തായാലും 15 മിനിറ്റ്സിൽ RSI ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്യാനായിട്ട് 3 ലോട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 138 3 ലോട്ട് എന്ന് പറയുമ്പോൾ മാക്സിമം വരാവുന്ന ലോസ്, ഇടയ്ക്ക് ലോസും കാണിക്കണ്ടേ. 138 ഇൻറ്റു 25 3450 ഇൻറ്റു 3 10,350. അപ്പോൾ ഒരു 5,000 റുപ്പീസൊക്കെ ലോസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം അത് ഹോൾഡ് ചെയ്ത് അങ്ങ് ഇട്ടേക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ലോസ് ഇപ്പോൾ 1788 നിൽക്കുന്നത്. നമ്മളുടെ എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞാൽ 138 ആണ് നമ്മളുടെ എൻട്രി പ്രൈസ്. ഇപ്പോൾ 115 മാർക്കറ്റ് നിൽക്കുന്നത്. 1700 സംതിങ് രൂപ ലോസിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മളുടേത് 2306 രൂപ നമ്മളുടേത് എന്തായിട്ടുണ്ട്, ലോസായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേറൊരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് ലോസ് റിക്കവറി 206 തൊട്ട് 212, 212 തൊട്ട് 224 വരെ. അതായത് അപ്പുറത്തെടുത്ത് ഹോൾഡ് ആണെങ്കിലും നമുക്ക് ഇപ്പുറത്ത് ലോസ് റിക്കവർ ചെയ്യാനുള്ള വ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ 206, അപ്പോൾ ഒരു 200 കഴിഞ്ഞപ്പോഴൊക്കെ നമ്മളത് ഒരു പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഒരു 214 തൊട്ട് 214 മുതൽ 212, 12 മുതൽ 24 വരെ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഡൗണിലേക്ക് വന്ന ലോസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 205 മുതൽ 224 വരെ നമ്മൾ ആ ലോസ് റിക്കവർ ചെയ്യാനുള്ള പോയിൻ്റ് എടുത്തപ്പോൾ ഇപ്പുറത്ത് ആ ലോസിൻ്റെ ഡെപ്ത് കുറഞ്ഞ് അത്ര ലോസ് നമുക്ക് വരില്ല. അവിടെ എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അതിനൊപ്പം നമ്മൾ സിയിൽ 198 200 ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ 210 ഒരു 205 ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ 206 ലിമിറ്റ് ഓർഡറാണ്. 206 മുതൽ 224 വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേത് 120 ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും 18 പോയിൻ്റാണ് അവിടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അപ്പോൾ ഇൻ കേസ് എന്നെ സംബന്ധിച്ച് അത് ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ഹോൾഡാണ്. ഇപ്പോഴൊന്നും ആവറേജ് ചെയ്യില്ല.
പക്ഷേ ആ ലോസ് നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ ആ ലോസ് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നതിനും എത്രയോ ബെറ്ററാണ്. നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 206 മുതൽ 224 വരെ ആൻഡ് അബോ ലോസ് റിക്കവറി കോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര പോയിൻ്റ് ആയിട്ടുണ്ട്? അപ്പോൾ 18 പോയിൻ്റ് അടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ 205 ആണെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി 198, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ 205 206 പറഞ്ഞത്. 206 മുതൽ ഈ ബോക്സിൻ്റെ ടോപ്പ് എഡ്ജ് വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 225 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ പ്ലേസ് ചെയ്താലും ഒരു 18 പോയിൻ്റ് അടുത്ത് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഗുണം? 18 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു 25 450. 18 പോയിൻ്റ് ഇൻറ്റു 25 450 ഇൻറ്റു 3. അപ്പോൾ ഏകദേശം റൗണ്ട് ചെയ്ത് കൂട്ടിയാലും ഒരു 1500 അവിടെ 3 ലോട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 1500 മൈനസ് 2223. ഇപ്പോഴും എന്താണ് 723 രൂപയാണ് ഓൾറെഡി അവിടെ ലോസ് ഉള്ളൂ. ഏതാ ഹോൾഡ് ചെയ്യുന്നതിൽ ലോസ് ഉള്ളത് ജസ്റ്റ് 1000 റുപ്പീസിന് താഴെ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിച്ചം നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 3 ലോട്ട് എടുത്തിട്ട് പിയിലേക്ക് നോക്കിയിരിക്കുകയല്ല. പി അവിടെ ഹോൾഡ് ചെയ്ത് അതിൻ്റെ വഴിക്ക് ആവറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ടേക്കുവാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ സിയിലും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോസിൻ്റെ ഡെപ്ത് കുറക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടത്. ഒരു 80-90% ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ വേണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, എവിടം വരെ പോകുന്നു നോക്കാം. അതിനിടക്ക് ചെറിയൊരു സ്കാൽപ്പിങ്ങും കൂടെ, അതായത് നമ്മൾ ഈ ബോക്സ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 230 വരെ ഉള്ള ഒരു സ്കാൽപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഓൾറെഡി 241 വരെ പോയിട്ടുണ്ട്. അത്ര ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് നമ്മളതാണ് പല വീഡിയോയിലും പറയുന്ന പോലെ, മറ്റേത് അതിൻ്റെ വഴിക്ക് അവിടെ നടന്നോളും. ഇപ്പുറത്ത് നമ്മൾ ചെറിയ പൊട്ടും പൊടിയും ഒക്കെ എടുത്ത് കൂട്ടി നമുക്ക് നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം 30 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ചെറിയ ബ്രേക്കൗട്ടുകളൊക്കെ വരുന്നത്. അതിലെ പൊട്ടും പൊടിയൊക്കെ എടുത്ത് കൂട്ടി അവിടെ നമ്മൾ വലിയ 50-60 പോയിൻ്റ് ഒന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിലെ പോയിൻ്റാണ്. അതായത് 224 225 മുതൽ 230 വരെയുള്ള ഒരു 5 പോയിൻ്റ്. അവിടെ 5 പോയിൻ്റ് കിട്ടിയപ്പോഴത്തേക്കും 125 350 400 അവിടെ കിട്ടി. അത് മതി. അത് മറ്റേയുള്ള സ്റ്റോപ്പ് ലോസിൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം 30 മിനിറ്റിൽ എന്താണ് നമ്മളിപ്പോൾ ഈ 30 മിനിറ്റിൽ നമ്മളൊരു വിക്ക് വരച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 30 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ നമ്മൾ വിക്ക് വരച്ചത് ഈ ഒരു ലെവലിലാണ് നമ്മൾ ഈ ഒരു സ്പേസ് അളന്നെടുത്തത്. പക്ഷേ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ആ 30 മിനിറ്റിൻ്റെ ഹൈ എന്ന് പറയണത് ഏകദേശം 26,253 അവിടം വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല. അപ്പം നമ്മൾ സ്ട്രൈക്കിൻ്റെ ചാർട്ട് വെച്ചിട്ട് ചെറിയൊരു പോയിൻ്റ് സ്കാൽപ്പ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിനി എപ്പോഴാണ് ആവറേജ് ചെയ്യണമെന്ന് വെച്ചാൽ 5 മിനിറ്റിൻ്റെ ഇവിടെ 15 മിനിറ്റ്സ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ RSI ഡൈവർജൻസ് ആകുമ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പീലെടുത്ത് വെച്ചാലും നമ്മളുടെ കണ്ണ് സിയിൽ എപ്പോഴും ഉണ്ടാവണം. അത് നമ്മൾ രാവിലോട്ട് പറയുന്നതാണ്. ഹയർ ടൈം ഫ്രെയിമിലൊക്കെ അപ്പർ സൈഡിൽ നിൽക്കുന്ന കാരണം നമ്മുടെ ലുക്ക് മുഴുവൻ സിയിലായിരിക്കും. പിയിൽ നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് എടുത്തിരിക്കണേ ആവറേജിങ്ങിന് വേണ്ടി. അതായത് താഴത്തോട്ട് പോകുന്നതാണ് നമുക്കിഷ്ടം. അത് നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആവറേജ് ആണ്. പിയിൽ ചെറിയ പൊട്ടും പൊടിയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താ, കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് പി വരുമ്പോഴും നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓൾറെഡി ഇപ്പുറത്ത് ചെറിയ പ്രോഫിറ്റുകൾ നമ്മൾ കൂട്ടി എടുക്കുന്നുണ്ട് സ്കാൽപ്പ് ചെയ്ത്. ഇനിയും മാർക്കറ്റ് 224 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 225 to 230 വരെയും ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് 200, കാരണം ഫ്യൂച്ചർ ചാർട്ടിൽ ഇനിയിപ്പോൾ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യണം, എന്നാൽ മാത്രമാണ് അടുത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ.
ഇനിയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയും ചെറിയ പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. അതതിൻ്റെ വഴിക്ക് അവിടെ നടക്കട്ടെ. ഈ നമ്മളുടെ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ സിയിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഒരു സ്കാൽപ്പിംഗ് പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 18 മുതൽ ഒരു 20 വരെ 2 പോയിൻ്റ് കിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എഗെയിൻ 224, 225 മുതൽ 230 വരെയാണ്. അപ്പോൾ ഇവിടെ 5 മിനിറ്റിലൊരു SMA സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഒരു സൈൻ ഇട്ടിട്ടാണ് പോയിരിക്കണേ. അതായത് ഞാൻ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്, ഒന്ന് കരുതിയിരുന്നോ. അതായത് 110 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു ലോ പ്രതീക്ഷിക്കണം. ഒന്ന് കരുതിയിരുന്നോളാനേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രീവിയസ് ക്യാൻഡിൽ തന്നെ റിവേഴ്സ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ദേ ഇവിടുത്തെ ക്യാൻഡിലൊക്കെ ഇന്നലെ റിവേഴ്സ് വരേണ്ടതാണ്, ഇതുവരെ റിവേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഉടനെ തന്നെ അത് റിവേഴ്സ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കേസ്. ഒന്നാമത്തെ കേസ് 210 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല, അത് റിവേഴ്സ് വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കേസ് 205 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കേസ് RSI 100-ന് മേളിൽ പോയിട്ടില്ല, 75-ന് മേളിൽ പോയിട്ടില്ല. ഇടക്ക് വെച്ചിട്ടാണ് ഒരു കർവ് വന്നിരിക്കണേ. അപ്പോൾ നമ്മൾ അതിന് 100% സക്സസ് ആയിട്ടൊരു ഡൗൺ ആണെന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 210-ന് താഴെയും ക്യാൻഡിൽ ക്ലോസും ആവണം, 205 SMA കൂടെ ബ്രേക്ക് ചെയ്ത് വന്നാലാണ് നമുക്ക് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഫൈനൽ കേസ് ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 10, 25 ക്യാൻഡിൽ സ്റ്റേബിളായിട്ട് പോയ സ്ഥലത്തേക്കാണ് ഒരു തവണ റെസ്പെക്റ്റ് ചെയ്ത് ഡൗൺ അടിക്കാനായിട്ട് ഇവിടെ ക്യാൻഡിൽ നോക്കുന്നത്. അപ്പോൾ ഇന്നലെയും ഇതേപോലെ തന്നെ ഒരു സിനാരിയോ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ വളരെ സ്ട്രോങ് വോളിയം ഉണ്ടെങ്കിൽ മാത്രമാണ് ഡൗണിലേക്കൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ആ ഒരു ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഡൗൺ ആയിരിക്കും താഴത്തേക്ക് വരുന്നത്, ചെറിയ ഡൗണൊന്നും ആയിരിക്കില്ല. വളരെ ശക്തിയോടുകൂടി, അതായത് ഒറ്റക്ക് ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവണം. അതായത് ഇവിടെ ഈ 210-ന് താഴത്ത് 210, 206 ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവണം. സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ ഒരു ബ്രേക്ക് ഡൗൺ താഴത്തേക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സൂചനയാണ് നിലവിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ 122 ഒക്കെ ബ്രേക്ക് ചെയ്ത് സിംഗിൾ ക്യാൻഡിലിൽ 132 വരെ പോവാം. 132, 132, 138 വരെയൊക്കെ സിംഗിൾ ക്യാൻഡിലിലെ മൂവ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞവിടെ നിർത്തിയത്. അതിനിടക്ക് വീഡിയോ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഇടക്കിടക്ക് ഞാൻ വന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഇവിടെ ബോക്സിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, SMA സപ്പോർട്ട് ഉണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള 10-25 പടയാളികൾ ഇവിടെ ഉള്ളപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാൻഡിലായാൽ മാത്രമാണ് താഴത്തേക്ക് ഒരു സിംഗിൾ ക്യാൻഡിൽ ഡൗൺ വരത്തുള്ളൂ. അത് അല്ലാത്ത പക്ഷം ഇവിടെ റിവേഴ്സ് സൈൻ സൂചിപ്പിച്ചിട്ടുണ്ട്. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലും ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു ഡംപാണെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് തന്നെ പോകും. അതിൽ നമ്മൾ ഇവിടെ RSI 15 മിനിറ്റ്സ് ഇടക്ക് വെച്ചിട്ടാണ് കർവായിരിക്കണേ. അപ്പോൾ അതൊന്നും ഡൗണിലേക്കുള്ള ഒരു പോസിറ്റീവ് സൂചനയല്ല. അപ്പോൾ മൊത്തത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് ബോക്സിന് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ആ ബോക്സ് നമ്മൾ അതേപോലെ അക്യുറേറ്റായിട്ട് വരച്ചിട്ടിരിക്കുന്ന ബോക്സാണ്. അപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെ നിന്നുള്ള റിവേഴ്സ് നമ്മൾ പ്രതീക്ഷിച്ചു. അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് എഗെയിൻ മുകളിലേക്ക് അവിടെ 2 പോയിൻ്റ് നമുക്ക് കിട്ടും. അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ പിന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മുകളിലോട്ട് പോകും. അത് കണ്ടിന്യൂ ചെയ്താൽ ഇടിച്ച്
പതുക്കെ പതുക്കെ എഗെയിൻ 242 മാർക്കറ്റ് പോകും. അപ്പോൾ നമുക്കവിടെ എന്ത് മനസ്സിലായി? മാർക്കറ്റ് പഴയതുപോലെ അവിടെ നമ്മൾ എടുത്തിട്ടിരിക്കുന്നു. നമ്മൾ പൊട്ടും പൊടിയും ഇവിടെ നിന്ന് കൂട്ടി 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 എടുക്കുന്നു. അവസാനം ഈ ലോസ് എത്രത്തോളം ഉണ്ടോ അത്രയും നമുക്ക് കൂട്ടി കൂട്ടി എടുക്കാനായിട്ട് പറ്റും. ഇത്ര നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എത്ര കിട്ടിയേനെ? പ്രീവിയസ് ക്യാൻഡിൽ തൊട്ടിട്ട് 215 തൊട്ട് നമ്മൾ ആദ്യം 2 പോയിന്റ് പറഞ്ഞു. അവിടെ നിന്നുള്ള സ്കാൽപ്പിംഗ് വേറെ, അത് വെച്ച് കൂട്ടിയാൽ തന്നെ എത്ര പോയിന്റ് ആവും? 17ഉം എവിടം വരെ പോയിട്ടുണ്ട്? 27. 10 പോയിന്റാണ് ഇവിടെ മൂവ് ചെയ്തേക്കണം. അതിൽ നിന്നൊരു 5 പോയിന്റും കൂടെ എടുത്താൽ എത്ര പോയിന്റ് ആവും? 5 പോയിന്റിൽ ലോക്ക് ചെയ്തിടുകയോ അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ 2 പോയിന്റ് മേളിൽ കയറ്റി ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഹോൾഡിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ ചെറിയ സ്കാൽപ്പിങ് പൊട്ടും പൊടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം കിട്ടിയ ഒരു 18 പോയിന്റ്, പിന്നെ കിട്ടിയ ഒരു 5 പോയിന്റ്, പിന്നെ ഇത് നമ്മൾ ഈ ഭാഗത്തേക്കാണ് ട്രെയിൽ ചെയ്ത് നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ചത്. അതിപ്പോൾ നേരെ കൊണ്ടുപോയി ഒരു 21 ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക. ഒന്നെങ്കിൽ 21 പോയിന്റിൽ നമുക്കത് ട്രെയിൽ ചെയ്ത് SL അടിച്ച് പോകണം. അതായത് 217, 17ഉം 5ഉം 22, 5 പോയിന്റ്. ഒന്നെങ്കിൽ 5 പോയിന്റിൽ ആ ട്രെയിൽ ചെയ്ത് വെച്ചത് ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പതുക്കെ 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 241 വരെ വരണം. ഈ കാണുന്ന മൂവ്മെൻറ്റിൽ നമ്മൾ അത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നലത്തെ അതേ സിറ്റുവേഷനാണ് ഇന്ന്. ഇന്നലെ 1:30 കൂടിയിട്ടാണ് 1:20 1:30 കൂടിയിട്ടാണ് ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ സെയിം സിറ്റുവേഷൻ ഇന്ന് വരുമില്ലെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇന്നലത്തെ ഏകദേശം അപ്പോൾ ഇതാണ് ക്ഷമ ആട്ടിൻ്റെ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയണതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ നമ്മളുടെ ഏകദേശം, കാരണം ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു, എനിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൗസിൻ്റെ പുറകെ പോയി. അതായത് ഒറ്റക്കാണ് ട്രേഡ് ഇരുന്നെങ്കിൽ ഒരു പക്ഷേ 149 ഇറങ്ങാമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ലൈവ് ഓൺ ചെയ്യണം, മൈക്ക് ഓൺ ചെയ്യണം, സ്ക്രീൻ ചെക്ക് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് വിധിയെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്ത് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 149 ഒരു സഡൻ അപ്പ് വന്നിട്ടുണ്ട്. ആ അപ്പിൽ ഇറങ്ങിയിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ. ഞാൻ ആ സമയത്ത് മൗസ് എടുത്ത് ലൈവ് ഓൺ ചെയ്യാനായിട്ട് പോയി. അല്ലായിരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് 149 ഇറങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ടാർഗറ്റ് കിട്ടിയേനെ. എനിവേ, നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നുകൂടെ. നമ്മൾ വീഡിയോയിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ടുള്ള വെപ്രാളത്തിൻ്റെ ഇടയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അത് വിധിയായിട്ട് കരുതാം. ഒരു 5000 റുപ്പീസൊക്കെ ലോസ് വന്നാൽ, കാരണം എപ്പോഴും പ്രോഫിറ്റ് ഇടുന്നത് മാത്രം കാണിച്ചാൽ പോരല്ലോ. പ്രോഫിറ്റ് വന്നിട്ട് നമുക്കത് ബുക്ക് ചെയ്യാതെ വന്നതിൻ്റെ ഒരു വിഷമം എന്തായാലും എനിക്ക് നല്ലതുണ്ട്. നമുക്ക് അത് എക്സിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. നമ്മൾ കോസ്റ്റിലേക്ക് വന്നാലും നമുക്കത് അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ ഇരുന്നേച്ചേ. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അത് ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം വീഡിയോ ഓൺ ചെയ്യാനായിട്ടുള്ള പുറകെ പോയതുകൊണ്ട് എന്തായാലും എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയാൽ പോരല്ലോ. ചില ദിവസം ലോസും നമ്മൾ ബുക്ക് ചെയ്ത് കാണിക്കണ്ടേ. അതായിരിക്കും ഇന്നത്തെ വിധി. എന്തായാലും 5000 റുപ്പീസിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യണ വീഡിയോ ഇന്ന് ഞാനിടാം. ഈ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ടെൻഷൻ ഇല്ലാതെ ഒരു കൺസോൾട്ടേഷൻ ടൈമിൽ നമ്മൾ ചറ പറ ട്രേഡ് എടുത്തിട്ട് ലോസ് ആക്കുന്നതിനും ബെറ്ററല്ലേ ആ മൊത്തത്തിൽ ഉള്ള സ്റ്റോപ്പ് ലോസ് കണക്ക് കൂട്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നുമില്ല. കാരണം കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാലും ഈ SMAയിൽ ഇടിച്ചു നിന്നാലും നമ്മൾ പ്രീവിയസ് ആയിട്ട് പൊട്ടും പൊടിയൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട്
നമുക്കിപ്പോഴും ലാഭം തന്നെയാണ്. അവസാനം കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തി. അപ്പോൾ ഏകദേശം നമുക്ക് പരിപാടി ഒതുക്കാം. 100 സംതിങ് രൂപ പ്രോഫിറ്റിലുമാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡ് ക്ഷമയോടുകൂടി കാത്തിരുന്ന് നമ്മൾ ലോസ് ഇല്ലാതെ റിക്കവർ ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് നമുക്കൊരു സ്ട്രാറ്റജി ആവശ്യമാണ്. അതേപോലെ തന്നെ ഡിസിപ്ലിൻ ആവശ്യമാണ്, ധൈര്യം ആവശ്യമാണ്, കോൺഫിഡൻറ്റ് വേണം, എക്സ്പീരിയൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഓൾമോസ്റ്റ് ക്ഷമയുടെ വിജയം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഏകദേശം ഈ ഒരു ടിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു തീരുമാനം എടുത്തത്. കാരണം മാർക്കറ്റ് ഇടിച്ചു നിൽക്കുന്നത് ഈ ഒരു ടിപ്പിലാണ് മാർക്കറ്റ് ഇടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങാനായിട്ട് സാധിച്ചു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു. വീണ്ടും മാർക്കറ്റ് റീകർവ് ചെയ്ത് പിൻബാറൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് 155 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു മൂവ്മെൻറ്റ് എങ്ങോട്ടുള്ളത്. ഇനി 155 ബ്രേക്ക് ചെയ്താൽ 190 216ലേക്കാണ് അടുത്ത ലോട്ടറി കോള് 3 മണിക്ക് ഓൾമോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരുന്നു. നമ്മളാകെ ഒരു എൻട്രി എടുത്തിട്ടുള്ളൂ. സാധാരണ സ്ഥിതിക്ക് നമ്മൾ മാർക്കറ്റ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്താ പറയണ്ടേ, ആവറേജ് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആവറേജ് ചെയ്തില്ല. എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമ്മളിന്ന് ആവറേജ് ചെയ്തില്ല. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ അതേ മൂവ്മെൻ്റാണ്, സിറ്റുവേഷനാണ്. അപ്പോൾ ഇന്നും ചിലപ്പോൾ 1:30ക്ക് ശേഷം നല്ലൊരു മൂവ് ഉണ്ടാവും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മളത് കോൺസെൻട്രേഷൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നമ്മൾ ആവറേജ് ചെയ്താൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4000 ആണ് നിങ്ങൾ കണ്ടത് 3 ലോട്ടിൽ. നമ്മൾ ഇനി ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് 6 ലോട്ടാണ്. അപ്പോൾ 6 3 9 ലോട്ട്. അപ്പോൾ ആവറേജ് എങ്ങനെ പോയാലും ഒരു 10,000ൻ്റെ അടുത്തൊക്കെ കാണേണ്ടതാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ നിങ്ങളെൻ്റെ ഡിസിപ്ലിൻ ട്രേഡ് കണ്ടതാണ്, ഇന്നും നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരു ലോസ് വന്നെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അപ്പുറത്തൊക്കെ ചെയ്ത് ലോസൊക്കെ കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ 5,000 to 10,000 ലോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്. ആ 2 തീരുമാനം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിന് നമുക്ക് എന്ത് വേണം? നമുക്കൊരു സ്ട്രാറ്റജി വേണം, നമ്മളത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഈ ഒരു ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്, നിഫ്റ്റി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറെക്കുറെ നമുക്കറിയാം ഏറെക്കുറെയൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും. അത് ഇപ്പം നമ്മൾ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യങ്ങൾ കാണുക ചെയ്യുക ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെയും ഞാൻ അത്രയോ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ലോസ് വരുന്ന ആൾക്കാർക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നോർമൽ വീഡിയോ ചെയ്യുന്ന പോലെയല്ല ഇന്ന് ചെയ്തത്. അതായത് ലോസ് വന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ലൈവിൽ നമ്മുടെ കൂട്ടത്തിൽ കൂടാം. നമ്മളിവിടെ വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു ചാർട്ട് പഠിച്ച് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ചാർട്ട് ഓൺ ചെയ്തിട്ടാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനൊന്നും പറയേണ്ടതായിട്ടില്ല. അപ്പോൾ എനിവേ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നമുക്ക് 3 വണ്ടിയുടെ വ്യൂവും കൂടെ നോക്കിയിട്ട് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അതേപോലെ ഇന്നത്തെ പ്രോഫിറ്റുകളൊന്ന് കാണിക്കാം. ചെറിയ ചെറിയ പ്രോഫിറ്റാണ്, കാരണം കൺസോൾട്ടേഷൻ ആയിരുന്നല്ലോ. രാവിലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 11:17 1465. അതേപോലെ 11:17 നമ്മുടെ രാവിലത്തെ മോർണിംഗ് ട്രേഡ് ഒരുവിധം എല്ലാവരും പ്രോഫിറ്റബിളാണ്. 956, 11:12, 3200 സംതിങ്, 10:18 2085. ഇന്നലത്തത് ഓൾമോസ്റ്റ് 3 മണിക്കുള്ള ഒരു മൂവ്മെൻറ്റ് 2188. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന പ്രോഫിറ്റുകളാണ്. നമുക്ക് പറ്റായികയില്ല.
പക്ഷെ നമ്മൾ ഇത്തിരി ക്ഷമ, ഇത്തിരി മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും. ഓക്കെ.